ഞാൻ കെ.വി. നസീർ. ഞാൻ മലബാർ ബോട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോട് പൊക്കുന്ന താമസം. എൻ്റെ ഫേമിൻ്റെ പേര് കെ.വി. നസീർ അസോസിയേറ്റ്സ് എന്നാണ്. ഞാൻ പ്രൊഫഷണലി ആർക്കിടെക്ചറൽ കൺസൾട്ടൻ്റ് ആണ്. എൻ്റെ പ്രൊഫഷനും ഫാമിലിയും എനിക്ക് ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഉമ്മ ഉണ്ട്, ഉപ്പ മരിച്ചു പോയി. എൻ്റെ വൈഫിൻ്റെ പേര് നജ്മ നസീർ. 3 കുട്ടികളാണ് ഉള്ളത്. മുതിർന്ന ആൾ ലഹൻ അഹമ്മദ്, ദുബായിലാണ്. അയാൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ കുട്ടി ആസിൻ നാസർ, അയാൾ ബിആർക്കിനെ പഠിക്കുന്നു. മൂന്നാമത്തെ കുട്ടി സേബ നാസർ, അയാൾ 10th CMI സ്കൂളിൽ പഠിക്കുന്നു. എനിക്ക് ചെറുപ്പം മുതലേ ഒരു ഡ്രൈവിംഗ് പാഷനുള്ള ആളാണ്. പിന്നെ യാത്രകളാണ് എൻ്റെ പാഷന്. എൻ്റെ മകന് ലണ്ടനിലായിരുന്നു അന്ന്. അപ്പോൾ അവന് ഒരു സർപ്രൈസ് എൻട്രി ആ സമയത്ത് എനിക്ക് തന്നു. ആ GL എടുക്കുന്ന മാർച്ച് 1 തോന്നുന്നു എനിക്ക് ഡേറ്റിന്. ആ ഡേറ്റിന് അയാൾ ലണ്ടനിൽ നിന്നും എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ച് അയാൾ അവിടെ താമസിച്ച് ആ സമയത്ത് 4 മണിക്ക് തന്നെ അയാൾ കറക്റ്റ് സമയത്ത് അയാൾ ഇത് എൻ്റർ ചെയ്ത് ഷോറൂമിൽ എൻ്റർ ചെയ്ത് അത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ്. ഈ ബെൻസ് ഉപയോഗിക്കുക എന്നുള്ളൊരു പാഷനാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ മാത്രമേ ഞാൻ അത് യൂസ് ചെയ്യാറുള്ളൂ. ഡെയിലി യൂസേജ് എനിക്ക് വേറെ രണ്ട് വണ്ടിയുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഡെയിലി യൂസേജ് ഇല്ല. ആവശ്യത്തിന് മാത്രം ഒരു ക്രെഡിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ റണ്ണിങ്ങിന് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. എവിടെയും നമ്മളിപ്പോൾ മീറ്റിങ്ങിനോ പാർക്കിങ്ങൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻസ് ഈ വണ്ടിക്ക് കിട്ടും. കാരണം ബെൻസിനൊക്കെ ഉണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ഒക്കെ ഒന്ന് റെഡിയാക്കി തന്ന് നമുക്കൊരു ഒരു പെർഫെക്ഷനായിട്ട് ഒരു പാർക്കിങ്ങും ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും നമുക്ക്. 2 വർഷമായി ഞാൻ ഈ വണ്ടി എടുത്തിട്ട്. എനിക്ക് കംഫർട്ട് തോന്നിയത് ഈ ബ്രേക്കിംഗ് സിസ്റ്റം, സീറ്റ് അറേഞ്ച്മെൻറ്റ്സ്, പിന്നെ പുള്ളിങ്, പവർ. പക്ഷേ ബെൻസ് റൈഡ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് നമുക്ക്. ബെൻസിൽ പോകുമ്പോൾ തന്നെ നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കും. നമ്മളൊരു നല്ല സുമുഖനായിട്ട് കുട്ടപ്പനായിട്ട് നമ്മൾ ഇറങ്ങുള്ളൂ ബെൻസിൽ. മറ്റേ വണ്ടികളൊക്കെ നമ്മൾ ഓരോ വണ്ടിക്കും ഓരോ ഫീച്ചേഴ്സും ഓരോ സ്റ്റൈലാണ് വണ്ടിക്ക് ഉണ്ടാവുക. മറ്റുള്ള വണ്ടികളൊന്നും വാച്ച് ചെയ്യില്ല ആൾക്കാർ, ഇങ്ങനെ ജസ്റ്റ് പോകുന്നുള്ളൂ. ഇത് പോകുമ്പോൾ ഇങ്ങനെ ആൾ വാച്ച് ചെയ്ത് ഇങ്ങനെ ക്വാളിറ്റി ഒക്കെ നോക്കി അപ്പോൾ നമുക്കൊരു പ്രൗഡി വരും, നമുക്കൊരു ഒരു ക്രെഡിബിലിറ്റി വരും അതിൽ. അതാണ് എൻ്റെ ഒരു പാഷന്. അങ്ങനെയാണ് ബെൻസിലേക്ക് നീങ്ങിയത്. ബ്രിഡ്ജ് എന്നുള്ള കോളും പിന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ നല്ല അടിപൊളി സംഭവമാണ്. അവർ പെട്ടെന്ന് ബുക്കിങ് ചെയ്യും. എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അവർ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ആണ്. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നല്ല പിന്നെ കോഓപ്പറേഷനാണ് അവർ. പിന്നെ കോഴിക്കോട് മേജർ പ്രൊജക്റ്റ് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഭൂരിഭാഗവും കമേഴ്ഷ്യൽ കോംപ്ലക്സ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, മൾട്ടി കോംപ്ലക്സ് ആണ് ഞാൻ ഭൂരിഭാഗം ചെയ്യുന്നത്. 28 വർഷത്തിലധികം ഞാൻ ഈ ഫീൽഡിൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഫാമിലി ലൈഫിലാണെങ്കിലും പ്രൊഫഷണലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒരു ട്രസ്റ്റ് ഒരു മെയിൻ തിങ് ആണ്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർഷങ്ങളായിട്ടുള്ള ഒരു ട്രസ്റ്റബിൾ ബ്രാൻഡാണ് ബെൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബെൻസ് സെലക്ട് ചെയ്യാൻ കാരണം.